മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 98-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സത്വേന ആസക്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേ യാസാവ വിദ്യാ ഗുണഭണിമതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാതാ ശ്രുതിവചനലവൈര്യൽകൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. ഒക്കെ ആ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. തസ്മൈ നമസ്തേ, ആ പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. ഏത് പരമാത്മാവാണ് എന്ന് നേരത്തെ പറയുകയാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ മായയെക്കുറിച്ചാണ് പറയണത്. മായയുടെ സ്വരൂപം വർണ്ണിക്കുകയാണ്. വർണ്ണിക്കാനൊന്നും പറ്റില്ല, വളരെ ചുരുക്കിയ വാക്കുകളിൽ ആ മായ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മായ എന്നുള്ളത് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അത്രയേ ഉള്ളൂ. സത്വേന അസത്തയാവാ, സത്വം ആണ് എന്നോ അസത്ത് ആണ് എന്നോ സദസത്താണോ എന്നോ പറയാൻ വയ്യാത്തതാണ് എന്നാണ്. സത്വേന ഉണ്മ ഉള്ളത്, എക്സിസ്റ്റിംഗ്. അങ്ങനെ സത്വം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു. അതിനെ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇല്ലാത്തതാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ, പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏകം സത് എന്ന ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മായ എന്ന് പറയണതോ മായ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. മായയുടെ ഒരു പ്രതിഭാസം ആണ് പ്രപഞ്ചം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ മായ ഇല്ലാതെ കണ്ട് പ്രപഞ്ചം കണ്ട് വെറുതെ ഉണ്ടാവുമോ? ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നുണ്ടാവാൻ വഴിയുണ്ടോ? ഒന്നിൽ നിന്നല്ലാതെ കണ്ട് വേറെ ഒന്ന് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഈ മായയിൽ നിന്നാണ് എന്ന് പറയണു. അപ്പം മായ ഉള്ളതല്ല എങ്കിൽ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാവുക എന്നുള്ളതായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. അത് വേദാന്തികളെ ആദ്യം മുതലേ കറക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് പലതരത്തിലും അതിന് സമാധാനം പറയുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ സത്വേന, സത്വമാണ് എന്ന്, അതായത് ഉണ്മ ഉള്ളതാണ് എന്ന്. മായ എന്നുള്ളതിന് ഉണ്ണയുണ്ടോ? പരമാത്മാവിനും ഉണ്ണയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മായയ്ക്ക് എങ്ങനെയാണ്? മായ ഇല്ലാത്തതാണ്, പരമാത്മാവ് മാത്രമേ ഉള്ളൂ, മായ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ള ഒരു ചോദ്യം. സത്വേന, അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അസത്തയാവാ എന്നാൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ മായയിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടാവുക? മായ എന്നുള്ളത് ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിന് ഉണ്മയില്ല. ആകാശഗംഗ പോലെയാണ്, അല്ലെങ്കിൽ ആകാശ ഗഗന സുമം എന്നൊക്കെ പറയും. ആകാശത്തിലൊരു താമര ഉണ്ടാവുക എന്ന് പറഞ്ഞത് എങ്ങനെയാ? അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ്. ആകാശത്തിലെ താമര എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു ഇതാണ്. അത് അങ്ങനെ ഇല്ലാത്ത ഒന്നാണ്, ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറയണത് എന്നാണ്. അപ്പോൾ അതുമാതിരിയാണോ ഈ മായ എന്ന് പറയണത്? അസത്താണോ, ഇല്ലാത്തതാണോ? അപ്പം അങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാവുക? ഉള്ളതിൽ നിന്നല്ലാതെ കണ്ട് മറ്റൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചം ഇല്ലാത്തതാണ്, മായ ഇല്ലാത്തതാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടാവും? അപ്പോൾ അസത്താണ് എന്നും പറയാൻ വയ്യ, സത്താണ് എന്നും പറയാൻ വയ്യ, അസത്താണ് എന്നും പറയാൻ വയ്യ. സത്ത എന്ന് പറയാൻ വയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ, ഏകമാണ്, ഒന്നായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ആ പരമാത്മാവ് മാത്രമായിട്ട് അവശേഷിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അനുഭവയോഗ്യമായിട്ട് പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് ഈ മായ എന്നുള്ളത് ഇല്ലതാനും. അപ്പം അങ്ങനെ ആവുമ്പോൾ അസത്താണ് എന്നും പറയാൻ വയ്യ, സത്താണ് എന്നും പറയാൻ വയ്യ. എന്നാൽ സത്തും അസത്തും കൂടിയതായിക്കോട്ടെ എന്നാണ്. അങ്ങനെ ഒരു സത്തായിട്ടും അസത്തായിട്ടും രണ്ടും കൂടിയിട്ട് ഉണ്ടാവാൻ വയ്യ. ഒന്നിൻ്റെ തന്നെ ഭാവവും അഭാവവും ഒരേ സമയത്ത് ഉണ്ടാവില്ല എന്നാണ്. ഒന്ന് ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കണില്ല എന്ന് പറയുന്നു. രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവുമോ? അതില്ല. ഒന്നുകിൽ ഉണ്മ, അതല്ലെങ്കിൽ അഭാവം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സദസത്ത് രണ്ടും കൂടിയതെന്നും പറയാൻ പറ്റില്ല, സത്ത് എന്നും പറയാൻ പറ്റില്ല, അസത്ത് എന്നും പറയാൻ പറ്റില്ല, രണ്ടും കൂടിയത് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ മായ സത്വേന അസത്തയാവാ, സത്വേന അസത്തയാവാ
നചഖലു സദസത്വേന സദസത്താണ് എന്നോ നിർവാച്യരൂപ നിർവാച്യരൂപ നിർവാച്യമായിട്ട് അല്ല. അതിനെ സത്താണെന്നും പറയാൻ പറ്റില്ല, അസത്താണെന്നും പറയാൻ പറ്റില്ല, സദസത്താണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നിശ്ചയിച്ച് പറയാൻ സാധിക്കാത്തതായിട്ടുള്ള സത്താണെന്ന് പറഞ്ഞാൽ പറയൂ, അതിനെ നമ്മൾ സമർത്ഥിക്കണം. അസത്താണെന്ന് പറഞ്ഞാൽ അതിനെ സമർത്ഥിക്കണം. സദസത്താണെന്ന് പറഞ്ഞാൽ അതിനെ സമർത്ഥിക്കണം. ഇതിനൊന്നിനും സാധിക്കില്ല എന്ന് പറയുക. സത്താണെന്നും പറ്റില്ല, അസത്താണെന്നും പറ്റില്ല, സദസത്താണ് എന്നും പറയാൻ പറ്റില്ലാത്തതായിട്ടുള്ള യാതൊന്നാണോ? സത്വേന അസത്തയാവാ നചഖലു സദസത്വേന നിർവാച്യരൂപ, പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒന്ന്. ധത്തേ യാസാവ് അവിദ്യ യാ അസൗ. അപ്പം അങ്ങനെ അപ്രകാരമുള്ള ഈ അവിദ്യ എന്ന് പറയുന്നത് സത്താണെന്നും പറയാൻ പറ്റില്ല, അസത്താണെന്നും പറയാൻ പറ്റില്ല, സദസ്താണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് ഈ അവിദ്യ എന്ന് പറയുന്നത് എന്നാണ്. യാ അസൗ അവിദ്യ, അസൗ ഇവൾ, യാ അസൗ അവിദ്യ, ഈ അവിദ്യ യാതൊന്നാണോ, അത് ധത്തേ, ആ വിദ്യ ധരിക്കുന്നു, ആ വിദ്യ ഇപ്രകാരം ഉണ്ട് എന്ന് സംഭവിക്കുന്നുണ്ട്. ധത്തേ, എന്തിനെയാണ് ധരിക്കുന്നത്? ഗുണഭണി മതിവത് വിശ്വദൃശ്യാവഭാസം. ഗുണഭണി മതിവത്, ഗുണം ചരട്, ചരടെന്നോ കയറെന്നോ ഒക്കെ പറയാം ഗുണത്തിന്, അങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഗുണഭണി, ഭണി എന്ന് വെച്ചാൽ പാമ്പ്. ആ ഗുണഭണി മതിവത്, ഗുണത്തിനെ കണ്ടിട്ട് പാമ്പാണ് എന്നുള്ളതായിട്ടുള്ള ബുദ്ധി ഉണ്ടാവണു. ഗുണം ചരട്, ചരട് സന്ധ്യാസമയത്ത് കുറേശ്ശെയൊക്കെ ഇരുട്ടായി കഴിഞ്ഞ സമയത്ത് ഇളയും കൊണ്ട് വഴിയിലെ കാറ്റത്തെ ഇളയും കൊണ്ട് വഴിയിൽ കിടക്കണ കണ്ടാൽ പെട്ടെന്ന് അത് പാമ്പാണെന്ന് വിചാരിച്ച് നമ്മൾ ഓടിപ്പോവും, അതിൻ്റെ അടുത്തുനിന്ന് മാറും അല്ലേ? അപ്പം അങ്ങനെ ഗുണഭണി മതിവത്, ഗുണത്തിനെ കണ്ടിട്ട് ഭണിയാണ്, പാമ്പാണ് എന്നുള്ളതായിട്ടുള്ള ബുദ്ധി ഉണ്ടാകുന്നത് പോലെ അതുമാതിരിയാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. ധത്തേ യാസാവ് അവിദ്യ ഗുണഭണിമതിവത് വിശ്വദൃശ്യാവഭാസം. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണിക്കുന്നു, അത് കാണിക്കുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം സ്വതേ ഉള്ളതല്ല, വിശ്വദൃശ്യാവഭാസം, ദൃശ്യമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണു. അതാരാണ് ഉണ്ടാക്കണത്? ഈ മായയാണ്. ഈ മായ പരമമായിട്ടുള്ള ആ ആത്മാവിൽ, പരമാത്മാവിൽ പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നു എന്നാണ് പറയണത്. ധത്തേ യാസാവ് അവിദ്യ, യാതൊരു ഈ അവിദ്യയാണോ, അവിദ്യ എന്നുള്ളത് സത്താണെന്നോ അസത്താണെന്നോ സദസത്താണ് എന്നോ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഈ അവിദ്യ ധരിക്കുന്നു. എന്തിനെ ധരിക്കുന്നു? ഗുണഭണി മതിവത്, ഗുണത്തിനെ കണ്ട് ചരടിനെ കണ്ട് പാമ്പാണ് എന്ന് തോന്നിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന്, ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത്, ഈ പ്രപഞ്ചമാണ് ഇത് എന്നുള്ളതായിട്ടുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നു. എവിടെ? പരമാത്മാവിൽ. ധത്തേ യാസാവ് അവിദ്യ ഗുണഭണി മതിവത് വിശ്വദൃശ്യാവഭാസം, വിശ്വത്തിൻ്റെ, വിശ്വം ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ഇത് കാണുന്നു എന്നൊക്കെ ഉള്ളതായിട്ടുള്ളൊരു തോന്നിക്കല് നമുക്ക് ഉണ്ടാകുന്നു എന്നാണ്. വിദ്യാത്വം സൈവയാത, ആ മായ തന്നെ, അവിദ്യ തന്നെ വിദ്യയായിട്ട് മാറുമ്പോൾ വിദ്യാത്വം യാത, ആ അവിദ്യ വിദ്യയായിട്ട് മാറുമ്പോൾ, വിദ്യാത്വം സൈവയാത, എങ്ങനെയാണ് വിദ്യയായിട്ട് തീരുന്നത്? അവിദ്യ വിദ്യയായിട്ട് തീരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ശ്രുതിവചനലവൈ യൽ കൃപാസ്യന്തലാഭേ, ശ്രുതിരവവചനൈ, ശ്രുതിയുടെ വാക്യങ്ങൾ, ശ്രുതിവചനലവൈ, ഏതാനും ശ്രുതിവാക്യങ്ങൾ കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ളതായിട്ടുള്ള ശ്രുതിവാക്യങ്ങൾ കൊണ്ട്, ആ ശ്രുതി വചനലവൈഹി, അല്പാൽപമായിട്ടുള്ള ശ്രുതിവാക്യങ്ങളെ കൊണ്ട് ഈ അവിദ്യ വിദ്യയായിട്ട് മാറുന്നു. വിദ്യാത്വം യാത, അത് വിദ്യയായിട്ട് തീരുന്നു എന്നാണ്. അതായത് സമാധിസ്ഥനായിട്ടുള്ള പുരുഷന്, അതല്ലെങ്കിൽ യോഗിക്ക്, അല്ലെങ്കിൽ ഭക്തിയാണ് ഏറ്റവും വലിയ മാർഗം എന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ഭക്തിക്ക് ആ ഭഗവാൻ തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഈ വിദ്യ മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഇല്ലാത്തതാണ്, അത് തോന്നൽ മാത്രമാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ
ഉണ്മ എന്നുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുന്നു. ആ ജ്ഞാനം ആയിട്ട് മാറുന്നു ഈ മായ എന്നുള്ളതാണ്. ഈ അവിദ്യ ആണ് മായയായിട്ട് പ്രപഞ്ചമായിട്ട് വരണത്. ആ അവിദ്യ വിദ്യയായിട്ട് മാറുന്നു. എങ്ങനെ? ശ്രുതിവചന ലവൈഹി, ഏതാനും ശ്രുതിവാക്യങ്ങളെ കൊണ്ട്, ശ്രുതി ഉപനിഷത്തുകളൊക്കെ എടുത്തിട്ട് തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ട് വിദ്യയായിട്ട് മാറുന്നു. സൈവ, അത് തന്നെ, ആ അവിദ്യ തന്നെ വിദ്യയായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സൈവയാത ശ്രുതിവചന ലവൈഹി, ആ വിദ്യയായിട്ട് മാറണം എന്നുണ്ടെങ്കിലോ യൽ കൃപാസ്യന്തലാഭേ, ആരുടെ കൃപ അങ്ങനെ ഒഴുകി വരണം. ആ ഒഴുകി വരുന്നതായിട്ടുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, ആ കാരുണ്യം ഇങ്ങനെ പ്രവഹിച്ചു വന്നാൽ മാത്രമേ, ആരുടെ? ഭഗവാന്റെ, ആ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഭഗവാന്റെ കാരുണ്യം പ്രവഹിച്ചു വന്നാൽ മാത്രമേ ഈ അവിദ്യ എന്നുള്ളതായിട്ടുള്ള മായ ശ്രുതിവചനങ്ങളെ കൊണ്ട്, ശ്രുതിവാക്യങ്ങളെ കൊണ്ട് വിദ്യയായി മാറുകയുള്ളൂ എന്നാണ്. വിദ്യാത്വം സൈവയാത ശ്രുതിവചന ലവൈഹി യൽ കൃപാസ്യന്തലാഭേ, ആരുടെ കൃപ ഒഴുകി വരുന്നത് കിട്ടുന്നത് കൊണ്ടാണോ ഈ അവിദ്യ വിദ്യയായിട്ട് മാറുന്നത് എന്നാണ് പറയണത്. സംസാര അരണ്യ സദ്യസ്തൃണ പരശുതാമേതി തസ്മൈ നമസ്തേ, അത് തന്നെയാണ്. അപ്പോൾ ആ അവിദ്യ വിദ്യയായിട്ട് മാറിയിട്ട് അത് എന്തായിത്തീരണു? പരശുതാം ഏതി, കോടാലിയായിട്ട് മാറണു എന്നാണ്. എന്തിനുള്ള കോടാലി? സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാം ഏതി, സംസാരമാകുന്ന ആരണ്യം, സംസാരമാകുന്ന കാട്, ഒരു കാട് പോലെയാണ്, മറികടക്കാൻ വളരെ വിഷമമുള്ളതായിട്ടുള്ളൊരു കാട്. ആ കാടിനെ പെട്ടെന്ന് മുറിച്ചു കളയാനുള്ളതായിട്ടുള്ള ഒരു കോടാലിയായിട്ട് മാറുന്നു ഈ വിദ്യ എന്നാണ്. ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ആ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരമാകുന്ന ആരണ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള കോടാലിയായിട്ട് മാറുന്നു ഈ വിദ്യ എന്ന്. ആ വിദ്യ ആയി കഴിഞ്ഞാൽ, വിദ്യ കൊണ്ട് ഈ അരണ്യം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിദ്യ ഇല്ലാണ്ടാവും. അപ്പോൾ ആ വിദ്യ ഇല്ലാണ്ടാവുമ്പോൾ അതാണ് പറഞ്ഞത്, ഈ അവിദ്യയാണ് വിദ്യയായിട്ട് മാറണത്. പിന്നെ ആ വിദ്യ ഇല്ലാണ്ടാവണമെന്ന് പറഞ്ഞാൽ ആ മായ ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അതിനും സത്ത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സത്ത ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് സത്ത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏകീഭാവം പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യയ്ക്ക് അല്ലെങ്കിൽ അവിദ്യയ്ക്ക് സത്ത ഇല്ലാതെ ആവുന്നുള്ളൂ. അവിദ്യ തന്നെയാണല്ലോ സദ്വിദ്യയായിട്ട് മാറണത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിദ്യയ്ക്ക്, മായയ്ക്ക് സത്ത ഇല്ലാതെ ആവുന്നത് ഈ വിദ്യ കൂടി നശിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. വിദ്യയായിട്ട് മാറിയിട്ട് ആ വിദ്യ കൂടി നശിച്ചു കഴിയുമ്പോഴാണ് അത് ഇല്ലാതെ കണ്ട ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇല്ലാതായിട്ടുള്ളതായിട്ടുള്ള ഒരവസ്ഥയെ നമ്മൾ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ അറിയണമെന്നുണ്ടെങ്കിൽ 2-3 ഐഡൻറ്റിറ്റി വേണം. ഒരു വസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പുസ്തകത്തിനെ കാണണം എന്നുണ്ടെങ്കിൽ, ഈ പുസ്തകമാണ് എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവണം, ഈ പുസ്തകം ഉണ്ടാവണം, അറിവ് എന്നുള്ളതായിട്ടുള്ള ആ ജ്ഞാനം ഉണ്ടാവണം. ഇതിപ്പോൾ ഭഗവാനായിട്ട് ഏകീഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അറിവ് എന്നുള്ളതും ഇല്ല. ഭഗവാൻ എന്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓബ്ജക്റ്റ് അവിടെ വേണ്ടേ? അതില്ല. ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അറിയണ വ്യക്തിയില്ല, ജ്ഞാതാവില്ല, ജ്ഞേയമില്ല, ജ്ഞാനമില്ല. അപ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വരണു എന്നാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് യാതൊന്നാണോ, യാതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ശ്രുതിവചന വൈഹി, ഏതാനും ശ്രുതിവാക്യങ്ങളെ കൊണ്ട് ഈ വിദ്യയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ആരുടെ കാരുണ്യം കൊണ്ടാണോ അത് സാധിക്കുന്നത്, അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് അവിടെ പറയണത്. അപ്പോൾ അതാണ് സത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഇല്ലാത്തതാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണുണ്ട്. സത്താണെന്നുണ്ടെങ്കിൽ അത് ഇല്ല എന്നുള്ള ബോധം പിന്നെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരിക്കൽ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ സത്ത് എന്നുള്ള അല്ല എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് സത്തല്ല. അപ്പോൾ
അസത്തയാവാ, അസത്താണ് എന്ന് പറഞ്ഞാലോ, ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാലോ, എന്നാൽ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതായിട്ടുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അസത്താണെന്നും പറയണില്ല, സദസത്വം ആണോ, സദസത്തും അസത്തും കൂടിച്ചേർന്നതാണ് എന്നാണെങ്കിലോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ വയ്യ. സത്വവും അസത്വവും ഒരേ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതും അസാധ്യമാണ്. അപ്പം അതുകൊണ്ട് സത്വേന അസത്തയാവാ നചഖലു സദസത്വേന, മൂന്ന് തരത്തിലും പറയാൻ വയ്യാത്തതായിട്ടുള്ള ഈ അവിദ്യ എന്നുള്ള യാതൊന്നുണ്ടോ, അതിനെ തന്നെയാണ് മായ എന്ന് പറയുന്നതും. അവിദ്യ എന്നുള്ള യാതൊന്നുണ്ടോ, ആ അവിദ്യ യൽകൃപാസ്യന്തലാഭേ, ആരുടെ കൃപാലവം കൊണ്ട് ആണോ ശ്രുതിവചന രവൈഹി, ഏതാനും ശ്രുതിവാക്യങ്ങളെ കൊണ്ട് വിദ്യയായിട്ട് പരിണമിച്ചിട്ട് ഈ സംസാരാരണ്യത്തെ മുറിക്കുന്നതിനുള്ളതായിട്ടുള്ള കോടാലിയായിട്ട് ഭവിക്കുന്നത്. അപ്രകാരമുള്ളതായ ഭഗവാന് നമസ്കാരം, പരമാത്മാവിന് നമസ്കാരം എന്ന്. സത്വേന അസത്തയാവാ നച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേ യാസാവവിദ്യ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവ യാതാ ശ്രുതിവചനലവൈര്യൽ കൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്തുടന പരശുതാമേതി തസ്മൈ നമസ്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഉള്ളൊന്നുണ്ടില്ലയെന്നോ അപരമതു ഭവിക്കുന്നുമില്ലെന്നു ചൊല്ലാൻ പറ്റാതാക്കുന്ന വിദ്യ കയറിനെ അഹിപോൽ വിശ്വമുണ്ടെന്നതാക്കി. നിൻ കാരുണ്യപ്രവാഹാൽ ചെറിയൊരറിവഹോ വേദവാക്കാൽ ലഭിച്ചാൽ സംസാരക്കാടടക്കം മഴുവിനു സമമായി നീക്കുമങ്ങേ നമിപ്പൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.